ഹായ്, ബീന മാനുവൽ ഫിസിക്സ് ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം. ഒരാളുടെ മനസ്സ് ശുദ്ധമായിരുന്നാൽ ആൾക്ക് ചുറ്റുമുള്ള ചുറ്റുപാടും പവിത്രമായിരിക്കുമെന്നാണ് ശ്രീ ബുദ്ധൻ പറഞ്ഞു വെച്ചത്. മനസ്സ് ശുദ്ധമായി ചെറിയ പുഞ്ചിരിയോടുകൂടി സമാധാനത്തോടുകൂടി ഇന്ന് എല്ലാവർക്കും ക്ലാസ് റൂമിൽ ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിന്റെ അകത്തോട്ട് മോസ്റ്റ് വെൽക്കം. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സുകളിന്റെ അകത്ത് ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇലക്ട്രിക് ഡൈപോൾ എന്താണ് എന്നും അതിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിലുള്ള ഇക്വേഷനും ഡെറിവേഷൻ പാർട്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ പാർട്ട്. അതുപോലെ തന്നെ ആക്സിയൽ പ്ലെയിനിന്റെ കേസസുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാ സ്റ്റുഡൻസും ആ ഒരു ഡെറിവേഷൻ പാർട്ടുകൾ എഴുതി തന്നെ പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് റിപ്പീറ്റ് ചെയ്ത് ഓർമ്മിപ്പിക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ ഇച്ചിരി ലെന്തി ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും അവസാനത്തെ കൺക്ലൂഷൻ പാർട്ട് അവിടെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിപ്പം പറയും. പിന്നെ നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് ഡൈപോളിനെ നമ്മൾ ടോർക്ക് ആക്ടിംഗ് ആണ്. ഡൈപോളിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയി ഒരു ഡൈപോളിനെ വെച്ച് കഴിയുമ്പോൾ അവിടെ ടോർക്ക് ആക്ടിംഗ് ആയിട്ട് വരും എന്നുള്ള ഒരു കൺസിഡറേഷൻ ആണ്. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസിന്റെ കൺക്ലൂഷൻ പാർട്ടിലോട്ട് ഒന്ന് നമ്മുടെ ആ ഇക്വേഷൻ ഒന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ കൺക്ലൂഷൻ അതിന്റെ ആ 2-3 പോയിന്റ്സ് ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അത് പറയുമ്പോഴ് ഇവിടെ നമ്മൾ ഈ ആക്സിയൽ ഏറ്റവും അവസാനം നമ്മൾ കണ്ട 2 ഡെറിവേഷൻ പാർട്ടാണ്. ഒന്ന് ആക്സിയൽ പ്ലെയിനിന്റെ കേസസ്. ആക്സിയൽ പ്ലെയിനിന്റെ കേസസിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ 2 × P / 4πε0 × r³ എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ കണ്ട ഒരു ലോങ് ഡെറിവേഷൻ ആണ് ഇക്വറ്റോറിയൽ പ്ലെയിനിന്റെ കേസസ്. ഇക്വറ്റോറിയൽ പ്ലെയിനിന്റെ കേസസിലുള്ള ഇക്വേഷൻ ഈ QU എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഇക്വറ്റോറിയൽ പ്ലെയിനിന്റെ ആണ്. P / 4πε0 × r³. അപ്പൊ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഇതിന് തൊട്ട് മുമ്പിലുള്ള വീഡിയോസും കൂടെ ഒന്ന് കാണാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടിയ ഫൈനൽ ഇക്വേഷൻ. നമ്മുടെ ഡെറിവേഷൻ പാർട്ടിന്റെ അകത്തോടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഫൈനൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. ഇലക്ട്രിക് ഡൈപോള്, അവിടെ ഡൈപോളിന്റെ ഡയറക്ഷൻ ഓൾവേസ് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ ഡൈപോളിന്റെ സ്ട്രെങ്തിനെ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രെങ്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ആ സമയം നമ്മൾ അവിടെ ഇക്വറ്റോറിയൽ പ്ലെയിനിന്റെ കേസസിലും ആക്സിയൽ പ്ലെയിനിന്റെ കേസസിലും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ്, അതായത് റിസൾട്ടന്റ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ആക്സിയൽ പ്ലെയിനിന്റെ ഡയറക്ഷനിന്റെ അകത്ത് ഡൈപോളിന്റെ ഡയറക്ഷൻ നെഗറ്റിവിറ്റി നമ്മൾ ഫിഗർ വരച്ചത് ആദ്യം നെഗറ്റീവ് ചാർജും പിന്നെ പോസിറ്റീവ് ചാർജുമാണ്. എന്നിട്ട് അതിന്റെ ഡയറക്ഷൻ പോസിറ്റീവ്, അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലായതുകൊണ്ട് പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ് എന്ന് പറഞ്ഞു. രണ്ടാമത് റിസൾട്ടന്റ് ഇന്റൻസിറ്റിയും നമുക്ക് എങ്ങനെയാണ്? നമ്മുടെ ചാർജ് എന്ന് പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് നമുക്ക് അറ്റ് പോയിന്റ് പിക്ക് അടുത്തിരിക്കുന്നത് ബി എന്ന് പറയുന്ന ചാർജ് +Q ചാർജ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് ഇന്റൻസിറ്റി കൂടുതൽ. അപ്പൊ അതുകൊണ്ട് അതിന്റെ സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് അവിടെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്നതും സെയിം ഏത് ഡയറക്ഷനിൽ തന്നെയാണ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലായിരിക്കും അവിടെ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡൈപോളും റിസൾട്ടന്റ് ഇന്റൻസിറ്റിയും ബോത്ത് ആർ ഇൻ സെയിം ഡയറക്ഷനിലാണ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. റിസൾട്ടന്റ് ഇന്റൻസിറ്റിയും ഇലക്ട്രിക് ഡൈപോളിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഡൈപോളിന്റെ ആ ഒരു ഡയറക്ഷനും രണ്ടും പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ആസ് പെർ എങ്ങനെ നമ്മുടെ ഫിഗർ അനുസരിച്ചിട്ട് നെഗറ്റീവ് ചാർജ് ആദ്യവും പോസിറ്റീവ് ചാർജ് രണ്ടാമതും വരയ്ക്കുമ്പോൾ. അപ്പൊ ഇവിടെ അത് സെയിം ഡയറക്ഷനിലാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ ഇക്വറ്റോറിയൽ പ്ലെയിനിന്റെ കേസസിൽ പറഞ്ഞപ്പോൾ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ അവിടെ വരച്ചത്. നെഗറ്റീവ് ആദ്യം ചാർജ് -Q ആദ്യം വരച്ചു, പോസിറ്റീവ് ചാർജ് രണ്ടാമത് വരച്ചു. അപ്പൊ അതിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ തന്നെയാണ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ റിസൾട്ടന്റ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ നമുക്കറിയാം. നമ്മുടെ കമ്പോണൻസ് എടുത്തിട്ടാണ് നമ്മൾ അവിടെ ചെയ്തത്.
കമ്പോണൻസ് എടുത്തത് ആ കമ്പോണൻസ് സൈൻ തീറ്റയുടെ കമ്പോണൻസ് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. പിന്നെ നമുക്ക് ബാക്കി നിൽക്കുന്നത് കോസ് തീറ്റയുടെ കമ്പോണൻസ് ആയിരുന്നു. ആ കോസ് തീറ്റയുടെ കമ്പോണൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് നമ്മുടെ ഫിഗർ പ്രകാരം നിൽക്കുന്നത്. അപ്പൊ നമ്മള് ഒന്നും കൂടി ആ ഫിഗർ ഒക്കെ ഒന്ന് നോക്കുക. അപ്പൊ കോസ് തീറ്റയുടെ കമ്പോണൻസ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ്, അതായത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഡൈപോൾ മൊമെന്റും റിസൾട്ടന്റ് ഇന്റൻസിറ്റിയും ഓപ്പോസിറ്റ് ഒന്ന് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലും ഒരെണ്ണം നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലുമാണ് ആക്ട് ചെയ്യുന്നത്. സോ എന്താണ്, ഇവ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു കീ പോയിന്റ്സ്. ഇനി മൂന്നാമത് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം, ഈ രണ്ട് ഇക്വേഷന്റെ അകത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ അല്ല. നമ്മൾ ഇത്രയും നേരം ഇലക്ട്രിക് ഫീൽഡിന്റെ കേസസും കൂളംസ് ലോ ഒക്കെ പഠിപ്പിച്ചപ്പോൾ നമ്മൾ എന്താണ് ആർ സ്ക്വയർ ആണ് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് ആർ ക്യൂബ് ആണ് എന്ന് മനസ്സിൽ ഓർത്തിരിക്കണം. ആർ സ്ക്വയർ എഴുതരുത്, ആർ ക്യൂബ് ആണ് എന്ന് ഓർക്കുക. നാലാമത്തെ കാര്യം, ഇവിടെ നമ്മുടെ ഇക്വേഷൻസ് ചെക്ക് ചെയ്യുക. ഇക്വേഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ആക്സിയൽ പ്ലെയിനിന്റെ ഇതിന്റെ അകത്ത് ഒരു അഡീഷൻ, ഈ 2 ഒഴിവാക്കിയാൽ ഈ 2വിനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ P/4πε0 R³ R³ ആണ്. ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്. രണ്ട് ഇക്വേഷനും സെയിം ആണ്. ഇക്വറ്റോറിയൽ പ്ലെയിനിന്റെ ഇക്വേഷൻ P/4πε0 R³. അപ്പൊ അഡീഷണൽ ആയിട്ട് ആക്സിയൽ പ്ലെയിനിന്റെ കേസസിൽ എത്ര വന്നിട്ടുണ്ട്? × 2 വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിയൽ പ്ലെയിനിന്റെ റിസൾട്ടന്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ പ്ലെയിനിനേക്കാളും ഡബിൾ ആണ്, അല്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡബിൾ ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. 2 × ഇക്വറ്റോറിയൽ പ്ലെയിന് എന്ന് ആണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഇനി ചില ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഇവിടെ ഒരു മൈനസ് സൈൻ കാണിക്കും. മൈനസ് സൈൻ കാണിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അത് കാണിച്ചിട്ടില്ല, ഇവിടെ നമ്മൾ റിസൾട്ടിന്റെ അകത്ത് പറഞ്ഞിട്ടേ ഉള്ളൂ. മൈനസ് സൈന്റെ അർത്ഥം ഇവിടെ ഡൈപോൾ മൊമെന്റും റിസൾട്ടന്റ് ഇന്റൻസിറ്റിയും ബോത്ത് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് മൈനസ് സൈൻ അവോയ്ഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ഓർക്കാം, മൈനസ് സൈൻ വരുന്നത് എന്നുള്ളത് ഈ ബോത്ത് ആർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ഡൈപോൾ മൊമെന്റ് ആക്ട് ചെയ്യുന്നത്. അതേസമയം റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനാണ്. അപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പൊ അതാണ് ആ ഒരു റിസൾട്ടിന്റെ അകത്ത് -2 × P/4πε0 R³ എന്ന് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് കാണിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട എന്നൊന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതത്രയാണ് നമ്മുടെ ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ആൻഡ് ആക്സിയൽ പ്ലെയിനിനെ കുറിച്ച് പറയുവാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിന്റെ അകത്തോട്ട് കടക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മുടെ ടോപ്പിക് ടോർക്ക് ആക്ടിംഗ് ഓൺ എ ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. രണ്ടാമത് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ കേസസ് ഒക്കെ, എനർജിയുടെ വർക്ക് എനർജിയുടെ ഒരു ടേമും കൂടെ കാണും. ദെൻ ആദ്യത്തെ നമ്മുടെ ഇനി എന്തായാലും ടോർക്കിന്റെ കേസസ് ആണ്. അപ്പൊ ടോർക്കിന്റെ കേസസ്, ടോർക്ക് എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മള് റൊട്ടേഷൻ മോഷന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചെന്നാൽ നമ്മളിപ്പോ ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ഇലക്ട്രിക് ഡൈപോളിനെ നമ്മള് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ കൊണ്ടുവയ്ക്കുന്നു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്ത് നമ്മൾ കൊണ്ടുവയ്ക്കുന്നു. ഇങ്ങനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഈ ഡൈപോൾ അവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാല്? എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാല്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് ഒരു സോഴ്സ് ചാർജിന്റെ അടുത്തോട്ട് ഒരു ടെസ്റ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ടെസ്റ്റ് ചാർജ് അതിന്റെ ഫീൽഡിൽ വരികയാണ് എങ്കിൽ അവിടെ എന്തുണ്ടാകും? ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് മീൻസ് എന്താണ്? ഒരു ചാർജിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്ത് നമുക്ക് ഒരു ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ ചാർജിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ ഫീൽഡിന്റെ അകത്തോട്ട് നമ്മൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഒരു അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഫോഴ്സ് ആക്ടിങ് ആണ് എന്നാണ്. ഫോഴ്സ് ആക്ടിങ് ആണ് പറയാം. ഇലക്ട്രിക് ഫീൽഡ് എവിടെ ഫോഴ്സ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്തോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. ദെൻ രണ്ടാമത് യൂണിഫോം ആണ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിഫോം ആണ് എന്ന് പറഞ്ഞാല് എന്താ? നമുക്ക്
എല്ലാ സ്ഥലത്തും ആക്ട് ചെയ്യുന്ന യൂണിഫോം, നമ്മുടെ സ്കൂളുകളിലൊക്കെ യൂണിഫോം കൊടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂണിഫോം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ യൂണിഫോം മീൻസ് എന്താ, എല്ലാം ഒരുപോലെ, എല്ലാ സ്ഥലത്തും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കണം, ഒരുപോലെ ആയിരിക്കണം. അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മളെ ബോഡിയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിലോട്ട് നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നു. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്ത് നമ്മൾ എന്തിനെ കൊണ്ടുവന്ന് വെക്കുന്നു, ഇലക്ട്രിക് ഡൈപോളിനെ ഞാൻ കൊണ്ടുവന്ന് വെക്കുന്നു. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ടു വേ, പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ബോർഡിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ ബോർഡിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ ബോർഡിലൊക്കെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പൊ ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാല് യൂണിഫോം ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കാണിക്കും. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ആയിട്ട് കാണിക്കുക. ഇതിന്റെ എല്ലാം ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്താണ്, ഈക്വൽ ആയിരിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾക്ക് റെപ്രസെന്റേഷൻ, അതായത് ഈ ലൈനും തമ്മിലുള്ള സെപ്പറേഷനും ഈ ലൈനും തമ്മിലുള്ള സെപ്പറേഷനും ഈ ലൈനും തമ്മിലുള്ള സെപ്പറേഷൻസും എല്ലാം എന്തായിരിക്കണം, ഒരുപോലെ ആയിരിക്കണം. പാരലലായിട്ട് നമുക്കിങ്ങനെ പാരലലായിട്ട് വരയ്ക്കുന്ന ലൈൻസ് ആണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റേത്. അപ്പം ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന നമ്മുടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ യൂണിഫോം അല്ല എങ്കിൽ ഈ ലൈൻസ് തമ്മിലുള്ള സെപ്പറേഷൻസ് ഒക്കെ വേരി ചെയ്ത് കാണിക്കും. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്ത, ബോർഡിൽ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാന്നാ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. യൂണിഫോം അല്ല, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. അപ്പം പോസിറ്റീവ് ഈ സൈഡിലും, അപ്പൊ അതിന്റെ അകത്ത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് എന്ന് പറയും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്ത് നമുക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഈ സൈഡിലും നെഗറ്റീവ് ഈ സൈഡിലും നമ്മൾ ഉണ്ട്. കാണിച്ചിട്ടില്ല പോലും അതിന്റെ നമ്മുടെ മനസ്സിന്റെ അകത്ത് വേണം. പോസിറ്റിവിറ്റി നെഗറ്റീവ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ ബോർഡിൽ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഫീൽഡ് കൊടുത്തിരിക്കുന്ന ഈ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും എന്തായിരിക്കും, ഫോഴ്സ് ഒരുപോലെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണ്. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്തോട്ട് ഞാൻ എന്തിനെ കൊണ്ടുവന്ന് വെക്കണം, നമ്മുടെ ഹെഡിങ് എന്താണ്, ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നെഗറ്റീവ് പോസിറ്റീവ്. ഇനി ഇവിടെ ഡൈപോൾ മൊമെന്റിന്റെ സ്ട്രെങ്ത് എന്താണ്, ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ സ്ട്രെങ്തിന്റെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അപ്പം അതുകൊണ്ട് ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ഡൈപോളിന്റെ ഈ മൈനസ് ക്യൂ പ്ലസ് ക്യൂ ആണ് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ നമ്മള് ഈ പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും തമ്മിൽ വരയ്ക്കുന്ന ലൈനിന്റെ ആ ഒരു ഡയറക്ഷനിലായിരിക്കും അതിന്റെ സ്ട്രെങ്ത് ആക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ചാർജിനെ നമ്മുടെ ഫീൽഡിന്റെ അകത്തോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ, ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്തോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവിടെ എന്ത് ആക്ട് ചെയ്യും, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് പഠിപ്പിച്ചപ്പോഴും സോഴ്സ് ചാർജിന്റെ അടുത്തോട്ട് ടെസ്റ്റ് ചാർജിനെ നമ്മൾ കൊണ്ടുവരുന്നത്. സോഴ്സ് ചാർജിന്റെ അടുത്തോട്ട് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ടെസ്റ്റ് ചാർജിന്റെ മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണോ അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്, രണ്ട് പോസിറ്റീവും നെഗറ്റീവും ചാർജസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇവിടെ ഇരിക്കുകയാണ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ചാർജസ് ഇതിൽ എന്ത് ആക്ടിംഗ് ആയിട്ട് വരും, ഒരു ഫോഴ്സ് ആക്ടിംഗ് ആയിട്ട് വരും. അതെങ്ങനെയാണ് എന്നും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവ് ചാർജ് ആണ് എങ്കിൽ അതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണോ ആ ഡയറക്ഷന്റെ ആ ഒരു സൈഡിലോട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്ത് വന്നിരിക്കുകയാണ് എങ്കിൽ ആ നെഗറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിരിക്കും. അപ്പം പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന്റെ അങ്ങോട്ടും. -q ചാർജിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? നെഗറ്റീവ് ഡയറക്ഷനിലോട്ടും ആണ്. ഇപ്പൊ നെഗറ്റീവ് ഡയറക്ഷന്റെ അകത്തോട്ട് വരുമ്പോൾ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതിന്റെ കൺസെപ്റ്റുകൾ ഒന്നും അറിയാൻ മേലാത്തവർക്ക് ജസ്റ്റ് ഒരു ട്രിക്ക് മാത്രമാണ്, അതല്ല ശരിക്കും കൺസെപ്റ്റ് ഇങ്ങനെയാണ്. ഇപ്പൊ ഈ നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് അടുപ്പ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് സൈഡ് ഇവിടെയാണ് പോസിറ്റീവ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ് ഇരിക്കുന്നത്, അത് നെഗറ്റീവ് സൈഡിലോട്ട് ആക്ട് ചെയ്യും, അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പൊ പോസിറ്റീവ് സൈഡിലോട്ട് കൊടുക്കുക. ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ് ഇരിക്കുന്നത്, അത് ഈ പോസിറ്റീവ് സൈഡിലോട്ട് അട്രാക്ട് ചെയ്യുമെന്നെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ആക്ച്വലി ഇതിന്റെ കൺസെപ്റ്റ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. -q ചാർജ് ആണ് എങ്കിൽ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഇനി എത്രമാത്രം ഫോഴ്സ് ആണ് നമുക്ക് ഇതിൽ ആക്ട് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് E F ഡിവൈഡഡ് ബൈ Q എന്നാണ്. Therefore ഫോഴ്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? F ഈസ് ഈക്വൽ ടു QE ആണ്. അപ്പം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡില് പോസിറ്റീവ് ചാർജ് ഇരുന്നാൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? QE ആയിരിക്കും. ഫോഴ്സ് എന്ന് പറയുന്നത് QE ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ചാർജിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? Q ഇൻറ്റു E ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ അനുസരിച്ച് Q ഇൻറ്റു E ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ നെഗറ്റീവ് ചാർജിന്റെ ആയതുകൊണ്ട് ഞാൻ എഫിന് ഇവിടെ നമുക്ക് ഒരു മൈനസ് സൈൻ കാണിക്കുകയാണ്. ആക്ച്വലി അത് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, രണ്ടിന്റെ ഫോഴ്സ് QE ആണ്. അപ്പൊ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഇത് പോസിറ്റീവ് ചാർജിന്റെ ആണ്, ഇത് നെഗറ്റീവ് ചാർജിന്റെ ആണ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം മൈനസ് സൈൻ ഒന്ന് കാണിക്കുന്നു. അപ്പം ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്? F ഈസ് ഈക്വൽ ടു QE എന്നുള്ളതാണ്. ഇനി ഇവിടുത്തെ കൺസെപ്റ്റ് പറയുമ്പോഴ് ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്, ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി പഠിച്ചു. ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ എത്രയാണ്? 2a ഇൻറ്റു Q. ഡൈപോൾ മൊമെന്റിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ്, അത് 2a ഇൻറ്റു Q ആണ്. ഇവിടുത്തെ ഫോഴ്സ് QE ആണ്. പോസിറ്റീവ് ചാർജില് മൈനസ് ചാർജില് നമുക്ക് -F ഇൻറ്റു QE, മൈനസ് അതിന് നെഗറ്റീവ് ചാർജിന്റെ ആണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇടുന്നു. അപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഫോഴ്സ് ഈ ഡയറക്ഷനിലോട്ടാണ്, പോസിറ്റീവ് X ഡയറക്ഷനിലോട്ടാണ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ -q ചാർജിന്റെ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ടോർക്കിന്റെ കൺസെപ്റ്റ് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ്. ഈക്വൽ ആണ്, ഇത് രണ്ട് ഫോഴ്സസും QE ആണ്, ഈക്വൽ ആണ്. അതേസമയം ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്. രണ്ടും പാരലൽ ആയിട്ടാണ്, ഒന്ന് അങ്ങോട്ടാണോ എങ്കിൽ ഒന്ന് ഇങ്ങോട്ടാണ്, ഒന്ന് ഇങ്ങോട്ടാണ് എങ്കിൽ പാരലൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങോട്ടാണ് എങ്കിൽ ഒന്ന് ഇങ്ങോട്ടാണ്. രണ്ടും എന്താണ്? പാരലൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹാവിങ് എ ലൈൻ ഓഫ് സെപ്പറേഷൻ, ചെറിയൊരു സെപ്പറേഷനില്, അതായത് 2a ഡിസ്റ്റൻസിന്റെ ആ ഒരു സെപ്പറേഷനില് ഹാവിങ് എ ലൈൻ ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദം കോൺസ്റ്റിറ്റ്യൂട്ട് എ ടോർക്ക്. അവിടെ നമുക്ക് എന്ത് ആക്ട് ചെയ്യും? അവിടെ ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് എന്താ നമ്മുടെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ഒക്കെ പഠിപ്പിച്ചതാണ്. അപ്പൊ ആ കപ്പിൾ ആക്ട് ചെയ്യുമ്പോൾ ആ കപ്പിള് വഴി ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വസ്തുവിന്റെ മേൽ കപ്പിൾ ആക്ട്, അതായത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ ആ ഒരു ഒബ്ജക്റ്റ് എന്തിന് വിധേയമാകും? റൊട്ടേഷണൽ മോഷന് വിധേയമാകും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിംഗ് ആണ് എങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് റൊട്ടേഷണൽ മോഷന് വിധേയമാകും. ആ റൊട്ടേഷണൽ മോഷന് വിധേയമാകുന്ന ആ ക്വാണ്ടിറ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ടോർക്കിന്റെ ടേമിലാണ്. ഡൈപോൾ മൊമെന്റിന്റെ അല്ലെങ്കിൽ ടോർക്കിന്റെ ടേമിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന ഈ ഒരു കേസസിൽ അവിടെ എന്ത് ആക്ടിംഗ് ആണ്?
ടോർക്ക് റൊട്ടേഷണൽ മോഷൻ ആ ഒരു ഒബ്ജക്റ്റ് വിധേയമാകും ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസിൽ. അപ്പൊ അവിടെ റൊട്ടേഷണൽ മോഷൻ ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ആ വസ്തുവിന്റെ മേൽ ഒരു ടോർക്ക് ആക്ടിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ ടോർക്ക് ആക്ടിങ് ആണെങ്കിൽ ആ ടോർക്കിനെ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലുള്ള. അപ്പൊ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം, ഒരു ഡൈപോളിനെ നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞെന്നാൽ അവിടെ എന്താണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അവിടെ ആക്ടിംഗ് ആയിട്ട് വരും. പാരലൽ ലൈൻസിന് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ് ഹാവിങ് എ ലൈൻ ഓഫ് സെപ്പറേഷന് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിംഗ് ആണ്. അങ്ങനെ ആക്ടിംഗ് ആകുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഒബ്ജക്റ്റ് റൊട്ടേഷണൽ മോഷന് വിധേയമാകുകയും അവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിന്റെ തിയറി. അപ്പൊ ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ നമ്മുടെ ടോർക്ക് എത്രയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹൈദർ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലൈൻ ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ. കഴിഞ്ഞ വർഷം റൊട്ടേഷണൽ മോഷന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് ടോർക്ക് എന്താണ്. അവിടെ നമ്മൾ ഇക്വേഷൻ എടുത്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹൈദർ ഫോഴ്സ്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹൈദർ ഫോഴ്സ്, മാഗ്നിറ്റ്യൂഡ് ഏതാ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് F = QE ആണ്. അപ്പൊ QE ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഒരു ഫോഴ്സ് ഇങ്ങോട്ടാണ് എങ്കിൽ ഒരു ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പം ഇവിടെ ഫോഴ്സ് ആക്ടിംഗ് ആയിട്ട് വരുന്നത് ഒന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലർ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ F = QE ആക്ട് ചെയ്യുന്നു, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ F = QE ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഒരു ഡിസ്റ്റൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രയാങ്കിൾ, ഇവിടെ ഇതിനൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. ഈ ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോൾ ആ ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെ ഫോം ചെയ്ത് ഇത് ആംഗിൾ തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ട്രയാങ്കിളിനെ നമ്മൾ ഈ ഒരു 2a ഡിസ്റ്റൻസിനെ ഹൈപ്പോട്ടന്യൂസ് ആക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ എന്ത് പെർപെൻഡിക്കുലർ, ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കാൽക്കുക. അപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുക. അങ്ങനെ ട്രയാങ്കിൾ ഫോം ചെയ്ത് അതിന് ഞാൻ PRQ എന്ന പേര് കൊടുത്തിട്ടുണ്ട് ഇപ്പം. അപ്പൊ നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് PR ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ അതിനി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, നമ്മളിവിടെ ആംഗിൾ തീറ്റ ആണ് എങ്കിൽ സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയത്തില്ല. അപ്പൊ സൈൻ തീറ്റ എടുക്കുക. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ആ ട്രയാങ്കിളിന്റെ എത്തുന്ന സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് എന്തെന്ന് പറയുന്നത്, സൈൻ തീറ്റ എന്ന് പറയുന്നത്. therefore PR ഓപ്പോസിറ്റ്, ഈ ആംഗിൾ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് സൈഡ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ PR എന്ന് പറയുന്നത് PR ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഈ P × Q ആണ്. ആ P × Qക്ക് നമ്മുടെ ഡിസ്റ്റൻസ് അറിയാം, 2a ആണ്. അപ്പം Q × P എന്ന് പറയുന്നതിന്റെ ഡിസ്റ്റൻസ് 2a ആണ്. PR ന്റെ ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല. therefore sin theta is equal to PR divided by 2a ആണ്. therefore നമുക്ക് PR is equal to ഇവിടെ sin theta is equal to PR divided by 2a ആണ്. therefore PR is equal to 2a sin theta ആണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ടതും ഈ സൈഡാണ്, PR റീഡിംഗ് ആണ്. അപ്പൊ PR ന്റെ റീഡിംഗ് നമുക്ക് കിട്ടി 2a sin theta. അതിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, QE × 2a sin theta. അപ്പൊ അതാണ് നമ്മുടെ ടോർക്കിന്റെ ആ ഒരു ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ടോർക്ക് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹൈദർ ഫോഴ്സ് QE × PR ആണ്. അവിടെ PR ന് നമുക്ക് റീഡിംഗ് കിട്ടി 2a × sin theta. അത് കോളത്തിലാക്കി പഠിക്കുക. ഇനി ഈ സൈൻ തീറ്റ ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ വെക്ടറിന്റെ കൺസെപ്റ്റിൽ സൈൻ തീറ്റ വരുമ്പോൾ അതിനെ ക്രോസ് പ്രൊഡക്റ്റിൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, QE × 2a sin theta. അപ്പൊ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുക. 2a × Q എന്ന് പറയുന്നത് P ആണ്. therefore 2a × Q എന്ന് പറയുന്നത് PE sin theta എന്ന് വരും. PE sin theta നമുക്ക് P × E എന്ന് എഴുതാം. അപ്പൊ QE × 2a sin theta-ക്കകത്തുനിന്ന് 2a × Q എന്ന് പറയുന്നത് P ആണ്. ദാറ്റ് ഈസ് PE sin theta. അപ്പൊ P ഈ 2a × Q കൂടെ P ആകും. PE sin theta എന്നാകും. therefore
പി ക്രോസ് ഇ. സൈൻ തീറ്റനെ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റിൽ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് പി ക്രോസ് ഇ എന്ന് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പി ക്രോസ് ഇ, ടോർക്ക് ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. അതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. പി സൈൻ തീറ്റ ഓർ എ പി ക്രോസ് ഇ. അപ്പൊ ഇനി നമ്മുടെ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലായി. അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? ഈക്വൽ ആൻഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ ഒരു ടോർക്ക് ആക്ടിംഗ് ആണ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് ആ രണ്ട് ഡൈപോളിന്റെ രണ്ട് ചാർജസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ ആക്ഷൻ വരുന്നുള്ളത് കൊണ്ട് അവിടെ എന്ത് ആക്ടിംഗ് ആയിട്ട് വരും? ഒരു ടോർക്ക് ആക്ടിംഗ് ആയിട്ട് വരും. ആ ടോർക്ക് എന്ന് പറയുന്നത് പി സൈൻ തീറ്റയാണ്. ടോർക്ക് ഇസ് ഇക്വൽ ടു പി സൈൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐദർ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പി സൈൻ തീറ്റയാണ്, അല്ലെങ്കിൽ പി ക്രോസ് ഇ. വെക്ടറിന്റെ ടേബിളിലോട്ട് എഴുതുമ്പോൾ ടോർക്കിന്റെ മുകളിൽ വെക്ടർ എഴുതുക. ഇതിന്റെ എല്ലാം മുകളിൽ വെക്ടറിന്റെ ആരോ മാർക്ക് കൊടുക്കണം. പി ക്രോസ് ഇ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി എപ്പോഴാണ്? രണ്ട് കണ്ടീഷൻസ് കൂടെ പറയുകയാണ് ഇതിന്റെ അകത്ത്. രണ്ട് കണ്ടീഷൻസ് പറയുന്നത് സൈൻ തീറ്റയ്ക്ക് മാക്സിമം റീഡിംഗ് വരുന്നത് എപ്പോഴാണ്? ടോർക്ക് മാക്സിമം തീറ്റ ആംഗിൾ തീറ്റയ്ക്ക് മാക്സിമം റീഡിംഗ് വരിക എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിലാണ്. എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ എന്ന് പറഞ്ഞാല് ഈ ചെരിഞ്ഞിരിക്കുന്ന ടോർക്ക് നേരെ കുത്തനെ, അതായത് ഇലക്ട്രിക് ഫീൽഡ് എല്ലാം ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇതിനെ ഡൈപോള് ഇവിടെ മൈനസ് ക്യൂവും ഇവിടെ പ്ലസ് ക്യൂ, അതായത് നമുക്ക് നേരെ കുത്തനെ നിൽക്കുന്ന സമയത്താണ് ടോർക്ക് മാക്സിമം ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് എ ഡൈപോൾ പെർപെൻഡിക്കുലർ ടു ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ ഡൈപോള് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്, ഇങ്ങനെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് എങ്കിൽ ഡൈപോള് ഇങ്ങനെ നിൽക്കുന്ന കേസസിലാണ് മാക്സിമം ആയിട്ട് വരുന്നത്. ഇനി ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 0, സൈൻ തീറ്റയുടെ റീഡിംഗ് ആംഗിൾ തീറ്റയുടെ റീഡിംഗ് 0 ആകുന്ന കേസസിൽ ടോർക്ക് മിനിമം ആണ്. ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് എങ്കിൽ നമ്മുടെ ഡൈപോളും എങ്ങനെ തന്നെ നിൽക്കും? ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ആംഗിൾ ഇതിന്റെ ഇടയ്ക്ക് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. Therefore, ടോർക്ക് മിനിമം ആണ് ഡൈപോൾ പാരലൽ ടു ഇന്റൻസിറ്റി ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ഈ ഡയറക്ഷനിലാണ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ഈ ഡയറക്ഷനാണ്. ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ സെയിം ഇങ്ങനെ തന്നെ പോസിറ്റീവ് ഇങ്ങനെ വേരിയേഷൻ പെർപെൻഡിക്കുലർ ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈപോൾ ഇങ്ങനെ നിൽക്കും. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ സൈൻ തീറ്റയ്ക്ക് പല റീഡിംഗ് വരാം. അതിനനുസരിച്ചിട്ട് അതിന്റെ റീഡിംഗ് മാറി മാറി വരും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ടോർക്ക് ആക്ടിംഗ് ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. നോൺ യൂണിഫോമിന്റെ കേസസിൽ നിങ്ങൾക്ക് പഠിക്കുവാനൊന്നുമില്ല. നോൺ യൂണിഫോമിന്റെ കേസസിൽ ഇവിടെ ഇപ്പൊ നോൺ യൂണിഫോം ആണ് എങ്കിൽ ഇതിന്റെ അകത്ത് ടോർക്കും ആക്ട് ചെയ്യും, അതുപോലെ അപ്പം ട്രാൻസ്ലേറ്ററി മോഷനും കൂടെ ആക്ടിംഗ് ആയിട്ട് വരുന്ന കേസസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുവാനൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമാണ്. രണ്ടും ആക്ടിംഗ് ആണ്. ടോർക്ക് പ്ലസ് ട്രാൻസ്ലേറ്ററി മോഷനും കൂടെ വരുന്നുണ്ട്. അപ്പൊ അതൊന്നും ഓർക്കണ്ട. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ആക്ടിംഗ് ആണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ കേസസിൽ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റിവിറ്റി നെഗറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ഈ സൈഡിലും നെഗറ്റീവ് ഈ സൈഡിലുമാണ്. ഡൈപോളിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് ടു പ്ലസ് ക്യൂ ഇങ്ങനെ കാണിക്കുക. നെക്സ്റ്റ് ഇവിടെ എഫ് എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ക്യൂ ചാർജ് ക്യൂ എന്ന് പറയുന്ന ഫോഴ്സിനെ ഈ ഡയറക്ഷനിൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. മൈനസ് ക്യൂ ചാർജ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ആക്ടിങ് കൊടുക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താണ്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് ആക്ടിംഗ് ആണ്? ഒരു റൊട്ടേഷണൽ മോഷന് ഒബ്ജക്റ്റ് വിധേയമാകും. അപ്പൊ അവിടെ എന്ത് ആക്ടിംഗ് ആയിട്ട് വരും? ഒരു ടോർക്ക് ആക്ടിംഗ് ആയിട്ട് വരും. അപ്പൊ ടോർക്കിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോർക്ക് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐദർ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ദർഫോർ ടോർക്ക് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ ആണ്. ദർഫോർ ക്യൂ ഇ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പി ആർ ആണ്. പി ആറിന് നമ്മൾ സൈൻ തീറ്റ വെച്ചിട്ട് കാണുന്നു. പി ആർ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു പി ആർ ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. ഹൈപ്പോട്ടനൂസിന്റെ റീഡിംഗ് 2a ആണ്. നമുക്ക് തന്നിട്ടുണ്ട്. ഡൈപോൾ ആണ് നമ്മൾ ആ ഒരു ഹൈപ്പോട്ടനൂസ് ആയിട്ട് വരുന്നത് 2a ആണ്. therefore പി ആർ ഈസ് ഈക്വൽ ടു 2a സൈൻ തീറ്റ. therefore നമ്മുടെ ഇക്വേഷൻ q ഇൻറ്റു 2a സൈൻ തീറ്റ. ഇവിടെ അകത്ത് 2a ഇൻറ്റു q എന്ന് പറയുന്നത് p ആണ്. therefore p സൈൻ തീറ്റയാണ്. അതിന്റെ ഫൈനൽ ഇക്വേഷൻ അത് എഴുതുക. then torque is equal to p cross e. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എനർജിയുടെ കേസസ് ആണ്. അപ്പൊ അതിന്റെ അകത്തോട്ട് നമുക്ക് പോകാം.
നമ്മളിപ്പം നമ്മുടെ ഒരു ഡൈപോളിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ആ ഒരു ഒബ്ജക്റ്റ് റൊട്ടേഷണൽ മോഷന് വിധേയമാകുമെന്നും അവിടെ ടോർക്ക് ആക്ടിംഗ് ആണോ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പഠിക്കുവാനുള്ളത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. പൊട്ടൻഷ്യൽ എനർജി ഒരു ഇങ്ങനെ ആ ഒരു ആംഗിൾ, അതായത് ടോർക്ക് ആക്ടിംഗ് ആകുമ്പോൾ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ റൊട്ടേഷൻ നടക്കണമെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് അവിടെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഒരു വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ആ വർക്ക് എന്ന് പറയുന്നത് അവിടുത്തെ എനർജിക്ക് ഈക്വൽ ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു വർക്ക് എനർജി പവറിന്റെ ചാപ്റ്ററിൽ എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു ദ വർക്ക് ആണ്. ദെയർഫോർ വർക്ക് ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്? എനർജിക്ക് ഈക്വൽ ആണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ഒന്നാമത്തെ ബേസിക് കൺസെപ്റ്റ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ. രണ്ടാമത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, നമ്മളിവിടെ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡൈപോളിന് ഇതിവിടെ നെഗറ്റീവ് ചാർജും ഇവിടെ പോസിറ്റീവ് ചാർജുമുള്ള ഒരു ഡൈപോൾ ആണെന്ന് വിചാരിക്കുക. ഈ ഡൈപോളിനെ ഞാൻ ഇങ്ങനെ അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ അവിടെ നമ്മളൊരു വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യിക്കണമെങ്കിൽ ഞാൻ അവിടെ ഒരു എന്ത് കൊടുക്കണം? ഒരു ഫോഴ്സ് കൊടുക്കണം. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്കൊരു 90 ഡിഗ്രിയിലോട്ട് ഇതിനെ ഇങ്ങനെ ഇരിക്കുന്നതിനെ ഞാൻ ഇങ്ങനെ ആക്കണമെങ്കിൽ അവിടെ എന്താണ്? θ1 തുടങ്ങി ഇനിഷ്യൽ ആംഗിൾ θ1 തുടങ്ങി θ2 വരെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു വേരിയബിൾ ഫോഴ്സിന്റെ കൺസെപ്റ്റ് ആണ് നമ്മളോട്, വേരിയബിൾ ഫോഴ്സ് ആണ് നമ്മളോട് കൊടുക്കേണ്ടത്. അപ്പൊ വേരിയബിൾ ഫോഴ്സിന്റെ കൺസെപ്റ്റില് നമ്മൾ അവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു. അവിടെ എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? ഇന്റഗ്രേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇന്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാല് അവിടുന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മേലെ കൊടുക്കുന്ന ചെറിയൊരു വർക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ലിമിറ്റ് കൊടുത്ത് അവിടെ കൊടുക്കുന്ന ലിമിറ്റ് കൊടുത്തിട്ട് നമ്മൾ ടോട്ടൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യും. രണ്ടാമത് ഓർക്കേണ്ട കാര്യം ഇന്റഗ്രേഷൻ മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. മൂന്നാമത് ഓർക്കേണ്ടത് വർക്കിന്റെ ഇക്വേഷൻ ആണ്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമ്മുടെ ഇവിടെ റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് തന്നെ ഫോഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഈക്വൽ ആണ് എന്ത്? ടോർക്ക്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആംഗിൾ ബേസ്ഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടോർക്കിനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡൈപോളിനെ ഞാൻ എന്താണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആംഗിൾ തീറ്റ ബേസിലാണ്. സോ അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? ഡി തീറ്റ എന്ന് പറയുന്നതിന് ഈക്വൽ ആണ്. അപ്പം വർക്ക് ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സിന്റെ സ്ഥാനത്ത് ടോർക്കും ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ഥാനത്ത് ഡി തീറ്റയും കൊടുക്കണമെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ കൺസെപ്റ്റിന്റെ അകത്തോട്ട് നമ്മൾ വരികയാണ്. അപ്പൊ നമ്മുടെ ഫിഗർ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈപോള്, നമ്മൾ നേരത്തെ ടോർക്കിന്റെ കേസസിൽ എടുത്ത ഡൈപോളിനെ ഞാനിപ്പം ആദ്യം ഇനിഷ്യലി ഞാൻ പറഞ്ഞു നമുക്ക് ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രിയിൽ വെക്കാം. പാരലൽ കണ്ടീഷൻ അല്ലെങ്കിൽ 90 ഡിഗ്രിയിലൊക്കെ നമുക്ക് വേരി ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ആദ്യം എടുക്കുമ്പോൾ നമ്മുടെ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ചെറിയൊരു ആംഗിളില് തീറ്റ ഈസ് ഈക്വൽ ടു θ1 എന്ന് പറയുന്ന ചെറിയൊരു ആംഗിളില് ആണ് നിർത്തിയിരിക്കുന്നത് എന്ന് വിചാരിക്കാം. മീൻസ് ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻസ് എങ്കിൽ ഡൈപോളിനെ ഞാൻ ചെറിയൊരു ആംഗിളില് θ1 ആംഗിളിലാണ് ഇത് നിർത്തിയിരിക്കുന്നത്, ഡൈപോളിനെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫിഗർ ആണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ആ ഇതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഇത് റൊട്ടേഷണൽ മോഷന്റെ ഫോഴ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് റൊട്ടേഷണൽ മോഷന് വിധേയമാകും. അപ്പൊ അത് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്കിനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനർജിനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ θ1 തുടങ്ങി θ2 ഇങ്ങനെ നിൽക്കുന്നത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ടേൺ ചെയ്ത് ഇതിങ്ങനെ ഒന്ന് ടേൺ ചെയ്ത് θ2 ആംഗിളിലോട്ട് വരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഒരു കേസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇവിടെ ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു, നേരത്തെ തൊട്ട് മുമ്പിൽ പി സൈൻ തീറ്റയാണ്. അപ്പൊ ഈ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇപ്പൊ അവിടെ ആംഗിളില് ആദ്യത്തെ കേസസില് പി സൈൻ θ1 എന്നുള്ള പൊസിഷനിലാണ് ഇത് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ചെറുതായിട്ട് ഇതിനെ ടേൺ ചെയ്ത് നമ്മൾ പറഞ്ഞു ഇന്റഗ്രേഷൻ മെത്തേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ θ1 തുടങ്ങി θ2 വരെ ചെയ്യിക്കുമ്പോൾ ആദ്യം ചെറിയൊരു ആംഗിളില് എന്ത് ചെയ്യിപ്പിക്കും? ഇതിനെ ടേൺ ചെയ്യിപ്പിക്കും, അതിന്റെ വർക്ക് കാണും. പിന്നെയും അതിനെ ടേൺ ചെയ്യിപ്പിക്കും, അതിന്റെ വർക്ക് കാണും. പിന്നെയും ടേൺ ചെയ്യിപ്പിക്കും, അതിന്റെ വർക്ക് കാണും. അങ്ങനെ ഫൈനല് നമ്മൾ θ2 അവിടെ എത്തും.
അപ്പൊ ഏറ്റവും ആദ്യം കൊടുക്കുന്ന തീറ്റ വണ്ണിന്റെ വർക്കിനോട് ചേർത്ത് നമ്മൾ എന്ത് കൊടുക്കും? ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് അവിടെ ടോട്ടൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം വർക്ക് എനർജി പവറിന്റെ വേരിയബിൾ ഫോഴ്സസിന്റെ കേസസിലാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു DW ഈസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. വർക്കിന്റെ ചെറിയ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചെറിയ വർക്ക് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അവിടുത്തെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വർക്ക് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? ഫോഴ്സിന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ടോർക്കാണ്, ഡിസ്പ്ലേസ്മെന്റിന് ഡി തീറ്റയാണ്. therefore വർക്ക് ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഡി തീറ്റയാണ്. ടോർക്ക് ഇൻറ്റു ഡി തീറ്റ. therefore DW ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഡി തീറ്റ. ഇനി ഇക്വേഷൻ നമ്പർ 2 അകത്ത് DW നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻ നമ്പർ 2 അകത്തോട്ട് ഇവിടെ നമുക്ക് ടോർക്കിന് ഒരു ഇക്വേഷൻ ഉണ്ട്, പി സൈൻ തീറ്റ. അപ്പൊ ഈ ടോർക്കിന്റെ സ്ഥാനത്ത് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. therefore DW ഈസ് ഈക്വൽ ടു പി സൈൻ തീറ്റ. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇവിടെ പി സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. ഇക്വേഷൻ നമ്പർ 1 അകത്തോട്ട് 1 ഇക്വേഷൻ നമ്പർ 2 അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് വർക്ക് എന്ന് പറയുന്നത് ടോർക്ക് ഇൻറ്റു ഡി തീറ്റ ആണെന്ന് കിട്ടി. അപ്പൊ ടോർക്കിന്റെ ഇക്വേഷൻ പി സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. നെക്സ്റ്റ് നമ്മളിപ്പോ ചെറിയൊരു DW എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു വർക്കിനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. നമ്മൾ ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുത്തിട്ട് നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നെറ്റ് വർക്ക് ഡൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ DW എന്നുള്ളത് എന്താകും? വർക്ക് DW എന്നുള്ളത് D മാറ്റിയിട്ട് W ആകും. W ഈസ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കുക. θ1 തുടങ്ങി θ2 വരെയാണ് നമ്മൾ ടേൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലിമിറ്റ് θ1 ടു θ2 പി സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ അതേപടി എടുത്തെഴുതുക. പി സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. അപ്പം ചെറിയ വർക്കിൽ നിന്ന് ടോട്ടൽ വർക്ക് വരുമ്പോൾ DW എന്നുള്ളത് W ആകും. ഇതിനു മുമ്പ് എന്ത് വരും? ഒരു ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കുക. θ1 ടു θ2 എന്നുള്ള ലിമിറ്റ് കൊടുക്കുക. ഇനി ഇതിന്റെ അകത്ത് വരുമ്പോൾ പി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഇവിടുത്തെ പി എന്ന് പറയുന്നത് എന്താണ്? ഡൈപോൾ മൊമെന്റിന്റെ ആണ്. പി എന്ന് പറയുന്നത് 2paq. പി എന്ന് പറയുന്ന ഡൈപോൾ മൊമെന്റ് സ്ട്രെങ്തും ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡുമാണ്. അത് രണ്ടും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. therefore അത് രണ്ടിനെയും നമ്മൾ വെളിയിലെടുക്കുക. ബാക്കി കോൺസ്റ്റന്റ് ടേമിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഓൾവേസ് നമുക്കുള്ള ഒരു റൂളാണ്, കോൺസ്റ്റന്റിനെ നമ്മൾ വെളിയിലെടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ലിമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. therefore പി നമ്മൾ വെളിയിൽ കൊണ്ടുവരും. therefore θ1 പൊട്ടൻഷ്യൽ എനർജി ആണ് എന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. ഡൈപോൾ മൊമെന്റ് സ്ട്രെങ്തിന്റെ കേസസും ഇലക്ട്രിക് ഫീൽഡ് ഇയുമാണ് ഈ റെപ്രസെന്റ് ചെയ്യുന്നത്. θ1 ടു θ2 ലിമിറ്റ് അഗൈൻ കൊടുക്കുക. സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. ഇനി ഇന്റഗ്രേഷൻ ഓഫ് സൈൻ തീറ്റ ഇൻറ്റു ഇവിടെ ഇന്റഗ്രേഷൻ ഓഫ് സൈൻ അറിയാൻ മേലത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്റഗ്രേഷൻ ഓഫ് സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റയാണ് അതിന്റെ ആൻസർ. ഇന്റഗ്രേഷൻ ഓഫ് സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റയാണ്. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റത്തേക്ക് നമ്മൾ മൈനസ് കോസ് തീറ്റ എന്ന് കൊടുക്കുന്നു. പി ഇൻറ്റു മൈനസ് കോസ് തീറ്റ. ഇനി ഈ ലിമിറ്റ് അതേപടി കൊടുക്കുക. θ1 ടു θ2. ഇനി ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയാ ലിമിറ്റ്? ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് വരുന്നത്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. മൈനസ് കോസ് തീറ്റയ്ക്കകത്ത് നമ്മൾ എന്ത് കൊടുക്കുക? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഞാൻ ഒരു 2 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. മൈനസ് കോസ് തീറ്റ അതിക്കകത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? അപ്പർ ലിമിറ്റ് θ2 ആണ്. അപ്പൊ കോസ് തീറ്റ എന്നുള്ളിടത്ത് എന്ത് വരും? θ2 മൈനസ് കോസ് തീറ്റ ഇൻറ്റു ഈ തീറ്റയുടെ സ്ഥാനത്ത് θ2 മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പൊ മൈനസ് ഇവിടെ നമുക്ക് ഒരു മൈനസ് സൈൻ അഗൈൻ ഉണ്ട്. മൈനസ് കോസ് തീറ്റ ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് θ1 വരും. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഈ മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള ആ ഒരു വേരിയേഷനിൽ ഇവിടെ ഒരു സൈൻ വരും. ഇതിന്റെ അകത്ത് ഇതിന്റെ ഒരു സൈനും കൂടെ കയറി വരും. മൈനസ് തന്നെ അഗൈൻ വരും. അപ്പൊ ഇതിനെ നമുക്ക് ഒന്നും കൂടെ എഴുതാം. പി ഇൻറ്റു മൈനസ് കോസ് θ2 മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് എന്താകും? പ്ലസ് കോസ് θ1 ആകും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇപ്പം ഈ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ പി ഇൻറ്റു മൈനസ് കോസ് θ2 പ്ലസ് കോസ് θ1 എന്നാണ് വരുന്നത്. അപ്പൊ അതിനെ ഒന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റി. കോസ് θ1നെ നമ്മൾ ആദ്യം എഴുതുക.
Therefore, PE into cos theta 1 പോസിറ്റീവ് ആണ്. cos theta 1 പോസിറ്റീവ് ആയതുകൊണ്ട് അതിനെ ആദ്യം എഴുതുന്നു. ഇവിടെ നമുക്കൊരു മൈനസ് ഉണ്ട്, മൈനസ് cos theta 2 അതേപടി എഴുതുക. അപ്പൊ നമ്മുടെ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതണമെന്നില്ല, ഈ സ്റ്റെപ്പിലോട്ട് പോകാം. P into cos theta 1 മൈനസ് cos theta 2. ഇനിയിപ്പോ നമ്മുടെ ഇവിടത്തെ ഇക്വേഷൻ ഏതാ? ഇത് ഈ സൈഡിൽ കിടക്കുന്നത് വർക്കാണ്. ഇനി നിങ്ങൾ എഴുതേണ്ടത് അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം അല്ലെങ്കിൽ എനർജി ഇസ് ദ കപ്പാസിറ്റി ടു ഡു ദ വർക്ക് ആണ്. അപ്പൊ വർക്ക് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ എനർജിക്ക് ഈക്വൽ ആണ്. Therefore, വർക്ക് എന്നുള്ള ഈ ഡബ്ല്യുവിനെ നമ്മൾ എന്താക്കി മാറ്റണം? ബേസ്ഡ് ഓൺ എ വർക്ക് എനർജി തിയറം വർക്ക് ഈസ് ഈക്വൽ ടു എനർജി ആണ്. അപ്പൊ വർക്കിന്റെ സ്ഥാനത്ത് നമ്മൾ അറിയാം, നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലെ ചാർജിലൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. സ്റ്റോറിംഗ് എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് കൈനറ്റിക് എനർജി അല്ല ഇവിടെ വരുന്നത്, പൊട്ടൻഷ്യൽ എനർജിയാണ്. Therefore, പൊട്ടൻഷ്യൽ എനർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ യു ആണ്. Therefore, U ഈസ് ഈക്വൽ ടു ഈ ടേബിൾ എഴുതുക, P into cos theta 1 മൈനസ് cos theta 2. അപ്പൊ അതാണ് നമ്മുടെ ഒരു ഫൈനൽ ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മള് ഇതിന്റെ അകത്ത് cos theta 1നും theta 2നും രണ്ട് കണ്ടീഷൻസ് കൊടുക്കുകയാണ്. cos theta 1ന് 90 ഡിഗ്രി എന്ന് കൊടുക്കുന്നു. 90 ഡിഗ്രിയില് അന്ന് നമ്മൾ cos theta 1ന് theta 1 is equal to കണ്ടീഷൻ കൊടുക്കുന്നു 90 ഡിഗ്രി. theta 2 is equal to theta എന്ന് എടുക്കുന്നു. theta 2 is equal to theta എന്ന് എടുക്കുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം? cos theta 1ന്റെ സ്ഥാനത്ത് cos 90 വരും. cos 90 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജി പി ഇൻറ്റു ഇവിടെ cos theta 1 90 ആവും. cos 90 എന്ന് പറയുന്നത് 0 ആണ്. 0 മൈനസ് theta 2 എന്ന് പറയുന്നത് theta ആവും. Therefore, cos theta എന്ന് എഴുതുക. theta 2 എന്ന് എഴുതരുത്, cos theta എന്ന് എഴുതുക. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ എനർജി യു ഈസ് ഈക്വൽ ടു ഈ മൈനസ് പൊട്ടൻഷ്യൽ എനർജി യു ഈസ് ഈക്വൽ ടു മൈനസ് പി ഇ ഇൻറ്റു കോസ് തീറ്റ. മൈനസ് ഇവിടെ മൈനസ് കോസ് തീറ്റ എന്നാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മൈനസിനെ ആദ്യം എഴുതുന്നത് മൈനസ് പി ഇ ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പൊ കോസ് തീറ്റയുടെ ടേമിൽ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. വെക്ടറിന്റെ ടേമിലോട്ട് മാറ്റി എഴുതുമ്പോൾ നമുക്ക് അതിനെ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. Therefore, യു ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് പി ഡോട്ട് ഇ എന്ന് എഴുതാം. വെക്ടർ പി ഡോട്ട് ഇ എന്ന് എഴുതാം. അപ്പം യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഇ കോസ് തീറ്റയാണ്. മൈനസ് പി ഇ കോസ് തീറ്റയാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ കേസസ്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. ടോർക്കിനോട് ചേർന്ന് തന്നെ വരുന്നത് കൊണ്ടാണ് എന്തെന്ന് ഇത് ഇവിടെ പഠിപ്പിച്ചത്. അപ്പൊ ഇവിടെ ഓർക്കാനുള്ളത് എന്താണ്? ആദ്യം ഓർക്കുക, വർക്ക് ഈസ് ഈക്വൽ ടു എനർജി അക്കോർഡിംഗ് ടു ഏതാണ്? എനർജി ഇസ് ദ കപ്പാസിറ്റി ടു ഡു ദ വർക്ക്, അല്ലെങ്കിൽ വർക്ക് എനർജി പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ഈസ് ഈക്വൽ ടു എനർജിയാണ്. രണ്ടാമത് നമ്മൾ ഓർക്കേണ്ടത് ഇന്റഗ്രേഷൻ മെത്തേഡ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. മൂന്നാമത് ഓർക്കേണ്ടത് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. Therefore, നമ്മുടെ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സിന് നമ്മളിവിടെ എന്താ? ഫോഴ്സ് ആണ്. നമ്മൾ റൊട്ടേഷണൽ മോഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ടോർക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. മീൻസ് ഒബ്ജക്ട് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് റൊട്ടേഷണൽ മോഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള ടേം ആണ് ടോർക്ക്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചതാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ആംഗിൾ ഡി തീറ്റയുടെ ബേസിലാണ് നമ്മളിവിടെ വരുന്നത്. Therefore, വർക്ക് ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻടു ഡി തീറ്റ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആംഗിൾ തീറ്റ 1ൽ ഇരിക്കുന്ന ഡൈപോളിനെ നമ്മൾ അത് റൊട്ടേഷൻ മൂലം തീറ്റ 2 വരെ വരുന്ന ഒരു കേസസ് ആണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ലിമിറ്റ് തീറ്റ 1 ടു തീറ്റ 2 ആണ്. പിന്നെ നമുക്ക് വേറൊന്നും ആലോചിക്കാനില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിന്റെ കേസസിലാണ്? നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ പി സൈൻ തീറ്റയിൽ നിന്നാണ്. അപ്പൊ ടോർക്ക് ഈസ് ഈക്വൽ ടു പി സൈൻ തീറ്റയാണ്. ഇനി വർക്കാണ്. നമുക്ക് ടോർക്ക് എന്ന് പറയുന്നത് ഇതായിട്ട് കിട്ടി. ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് പി സൈൻ തീറ്റ ആണെന്ന് പറഞ്ഞു. Therefore, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ടോർക്ക് ഇൻടു ഡി തീറ്റ. Therefore, ഈ ഇക്വേഷൻ ടോർക്കിന്റെ ഇക്വേഷൻ പി സൈൻ തീറ്റ കൊടുക്കുക. പി സൈൻ തീറ്റ ഇൻടു ഡി തീറ്റ. ഇത് ചെറിയൊരു വർക്കാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ അകത്തുനിന്ന് ടോട്ടൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുത്ത് തീറ്റ 1 ടു തീറ്റ 2 ചെയ്യും. അപ്പൊ ഇതിന്റെ അകത്തെല്ലാം ഓർക്കുക. പിന്നെ ഇവിടെ വരുമ്പോൾ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ബേസ്ഡ് ആണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. വർക്ക് ഈസ് ഈക്വൽ ടു എനർജിയാണ്. ഇവിടെ നമ്മൾ ചാർജിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഓൾവേസ് എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി യു ഈസ് ഈക്വൽ ടു പി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഇവിടെ വരുമ്പോൾ കണ്ടീഷൻ യൂസ് ചെയ്യുക. തീറ്റ 1ന് 90 ഡിഗ്രിയും തീറ്റ 2ന് തീറ്റ എന്ന് കൊടുക്കുക.
therefore നമുക്ക് കിട്ടും U is equal to minus P cos theta. അപ്പൊ ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിന്റെ അകത്ത് ഇലക്ട്രിക് ലൈറ്റ്സ് ഓഫ് ഫോഴ്സിന്റെ കേസസ് ആണ്, അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.